നിങ്ങൾ ഇന്നലെ ഒളിമ്പിക്സിന്റെ ഓപ്പണിംഗ് സെറമണി കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്രാൻസില് പാരീസിൽ ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുകയാണ്. ഇന്നലെ ലോകം മുഴുവൻ പാരീസിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മനോഹരമായ ഓപ്പണിംഗ് സെറമണി കാണാൻ. പക്ഷെ ആ ഓപ്പണിംഗ് സെറമണിയിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം നമ്മൾ കണ്ടു. ഒരു കാര്യവുമില്ലാതെ, ഒരാവശ്യവും ഇല്ലാതെ ക്രൈസ്തവ രാജ്യമെന്ന് കരുതുന്ന ആ ഫ്രാൻസില് അവര് അന്ത്യത്താഴ ചിത്രത്തെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ചിത്രീകരിച്ച് ആൾക്കാരുടെ കയ്യടി വാങ്ങുന്നത്. വിശുദ്ധ കുർബാന എന്ന നമ്മുടെ ദിവ്യ രഹസ്യത്തെ തന്നെ ഒരു കോമാളിത്തത്തോടുകൂടി അവതരിപ്പിക്കുകയായിരുന്നു. അതിന്റെ പ്രസക്തി എന്തായിരുന്നു? ഒളിമ്പിക്സിൽ ഒരു പിടിയുമില്ല. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ക്രൈസ്തവ സംസ്കാരമുണ്ടെന്ന് നമ്മൾ കരുതുന്ന യൂറോപ്പിൽ ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നു. മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ എന്തെങ്കിലും പ്രതീകത്തെക്കുറിച്ച് മിണ്ടാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. കാരണം പിന്നെ അവിടെ ഒളിമ്പിക്സ് നടക്കില്ല. പക്ഷേ നമ്മുടെ ക്രൈസ്തവ സമൂഹം വചനാധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം നമ്മളെയൊക്കെ ആക്ഷേപിച്ചാലും സാരമില്ല, കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു വലിയ അംഗീകാരമാണ്. എങ്കിൽ തന്നെയും ദുഃഖകരമാണ്. കാരണം ഫ്രാൻസിനെ ഫ്രാൻസ് ആക്കിയത് ഈ ബൈബിളാണ്. യൂറോപ്പിനെ യൂറോപ്പാക്കിയത് ഈ ബൈബിളാണ്. ലോകത്ത് ക്രൈസ്തവ രാജ്യങ്ങളിലെല്ലാം വലിയ പുരോഗതി ഉണ്ടെന്ന്, നന്മയുണ്ടെന്ന്, മാനുഷിക മൂല്യങ്ങളുണ്ടെന്ന് നമ്മൾ കരുതുമ്പോൾ ഓർക്കണം, ഈ ബൈബിളാണ് അവരാക്കിയത്. അതാണ് അവർ മറന്നുപോകുന്നത്. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു പുസ്തകം വായിച്ചു, ദ 7 ഐഡിയാസ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ്. 7 ആശയങ്ങൾ, ലോകത്തെ മാറ്റിമറിച്ച 7 ആശയങ്ങൾ. ആ 7 ആശയങ്ങളും ബൈബിളിൽ നിന്നുള്ളതാണ്. അതില് ആദ്യത്തേത് ജീവന്റെ പരിശുദ്ധിയാണ്. ജീവന്റെ പരിശുദ്ധിയെക്കുറിച്ച് ബൈബിൾ വായിച്ച് പഠിച്ച മനുഷ്യനാണ് മനുഷ്യജീവനെ വില നൽകാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ സംസ്കാരങ്ങൾ വളരാനായിട്ട് ആരംഭിച്ചത്. ഈശോ ശിശുക്കളെ പോലും അടുത്ത് നിർത്തി പറഞ്ഞത് എന്താണ്? ഈ ചെറിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താൻ ദൈവപിതാവ് ആഗ്രഹിക്കുന്നില്ല. എത്ര ചെറുതാണെങ്കിലും മനുഷ്യജീവനെ ആദരിക്കാനായിട്ട് പഠിപ്പിച്ച നമ്മുടെ കർത്താവ് അത് ഒരു സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു. അതുപോലെ സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, സ്ത്രീകൾക്ക് ഒരു വസ്തുവിന്റെ വില മാത്രം കൊടുത്തിരുന്ന ഒരു സംസ്കാരത്തെ സ്ത്രീയും പുരുഷനുമെല്ലാം ഒരുപോലെയാണെന്ന്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനും ആയിട്ടാണെന്ന് ഒക്കെ പഠിപ്പിച്ച് അവരെ സ്ത്രീയെയും മാനിക്കാനായിട്ട് ഒരു സംസ്കാരത്തെ തന്നെ പരിശീലിപ്പിച്ചത് ഈ ബൈബിളാണ്. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, യഹൂദനോ ഗ്രീക്കുകാരനോ, അടിമയോ സ്വതന്ത്രനോ, പുരുഷനോ സ്ത്രീയോ എന്നൊന്നും ഒരു വ്യത്യാസവുമില്ല, നിങ്ങളെല്ലാവരും മിശിഹായിൽ ഒന്നാണ്. ആ ഒരു വചനം ലോകത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ കാണാൻ ലോകത്തെ പഠിപ്പിച്ച ബൈബിൾ. അതുപോലെ കാരുണ്യ ശുശ്രൂഷകൾക്ക് കാരണമായ ബൈബിൾ. ഈ ചെറിയവരൊരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് നൽകിയത് എന്ന വചനം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ. സാമൂഹ്യ നീതി, അത് ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, ദൈവത്തിന്റെ നീതിയും സ്നേഹവും എല്ലാം നിങ്ങൾ അവഗണിച്ചു കളയുന്നു എന്ന് പറഞ്ഞ് നീതിപൂർവം ജീവിക്കാനായിട്ട് ലോകത്തെ പരിശീലിപ്പിച്ച ബൈബിൾ. സ്വതന്ത്രമായ ഇച്ഛാശക്തിക്ക് പ്രാധാന്യം നൽകണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വചനം. വിശ്വാസം പോലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവനെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്, മനുഷ്യന്റെ ഇച്ഛാശക്തിക്കൊക്കെ വിലയുണ്ടെന്ന് പഠിപ്പിച്ച വചനം. റോമാ ലേഖനം 10:9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. അത് നിന്റെ സ്വാതന്ത്ര്യമാണ്. നിനക്കതിന് ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. നീ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വന്നത് സ്വീകരിക്കാം. അതുപോലെ നമ്മുടെ ഈ ലോകത്ത് ലൈംഗികമായ അധാർമികതകൾ ഏറെ ഉണ്ടായിരുന്നപ്പോൾ ലൈംഗിക ധാർമ്മികത എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച ബൈബിൾ. അതുപോലെ തന്നെ അറിവ്, ശാസ്ത്രത്തിന് ഒക്കെ ആരംഭം കുറിക്കത്തക്ക രീതിയിൽ വിജ്ഞാനം ദൈവത്തിന്റെ ദാനമാണ് എന്ന് പഠിപ്പിച്ച് യഥാർത്ഥമായ സത്യം തേടാൻ മനുഷ്യനെ പഠിപ്പിച്ച വചനം. അങ്ങനെ നമുക്കറിയാം
അങ്ങനെ വചനം പഠിച്ചുകൊണ്ട് ആരംഭിച്ച യൂണിവേഴ്സിറ്റികളൊക്കെയാണ് വലിയ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കളെയും സൃഷ്ടിച്ചത്. ആ രീതിയിൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച വലിയ ഒരു ഗ്രന്ഥമാണ് ഈ ബൈബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഓരോ വചനവും നമ്മളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുകയാണ്. അതാണ് ഈ വചന പഠനത്തിന്റെ വ്യത്യാസം. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മളിലൂടെ ഈ വചനം ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുകയാണ്. ലോകം മറന്നുപോയാലും ലോകത്തെ ബൈബിൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ കേട്ടതുപോലെ യൂറോപ്പിലൊക്കെ ഇന്ന് ദൈവത്തെ മറക്കുന്നുണ്ടെങ്കിലും അവര് തിരിച്ചറിയാത്ത കാര്യം അവരാക്കിയത് ഈ ബൈബിളാണ്, ഈ വചനമാണ് എന്നുള്ളതാണ്.